വസല്ലമ തൻ്റെ പത്നിമാരോട് വളരെ സ്നേഹത്തിലും കരുണയിലുമാണ് പെരുമാറിയിരുന്നത് എന്നും അവരെ പരമാവധി സന്തോഷിപ്പിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദ്ധശ്രദ്ധനായിരുന്നു എന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കി. നബിയുടെ നിലപാടും ഉപദേശവും തന്നെ ബശ്ശിറു വലാ തുനഫിറു എന്നാണ്. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നിങ്ങൾ സന്തോഷിപ്പിക്കുക, വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പിക്കരുത്. സന്തോഷിപ്പിക്കണം, വെറുപ്പിക്കാൻ പാടില്ല. ആരെയും, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, ആരെയും വെറുപ്പിക്കരുത്. അപ്പോൾ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉപദേശം കുടുംബത്തിൽ പ്രായോഗികമാക്കുമല്ലോ. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾ സ്വാലിഹായ അമലുകൾ, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമൽ ചെയ്യുക. അഫ്ളലുൽ അഅമാൽ അഹബ്ബുൽ അഅമാൽ ഇലല്ലാഹ്. രണ്ടും ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അമലുകളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ. അല്ലാഹു തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അമൽ, അത് നിന്റെ സഹോദരൻ്റെ മനസ്സിൽ സന്തോഷം നിക്ഷേപിക്കലാണ്, സന്തോഷമിട്ട് കൊടുക്കലാണ്, അവനെ സന്തോഷിപ്പിക്കലാണ്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഒരാളുടെ മനസ്സിൽ സന്തോഷമിട്ട് കൊടുക്കലാണ്. സ്വാഭാവികമായും നമ്മുടെ അമാലുകളുടെ തുടക്കം എവിടെ നിന്നായിരിക്കണം? നമ്മുടെ വീടുകളിൽ നിന്നായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവരുടെ മനസ്സിൽ സന്തോഷമിട്ട് കൊടുക്കുന്ന വർത്തമാനങ്ങൾ, സമീപനങ്ങൾ ഒക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. സ്വാഭാവികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് നിഴലിച്ച് കാണാൻ കഴിയും. തൻ്റെ വീട്ടിൽ താൻ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്ന, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ പത്നിമാർ അവരെപ്പോഴും സന്തോഷഭരിതരായിരുന്നു. അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അത് ചെയ്തു കൊടുക്കും. ആയിഷാ ബീവി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രവാചകരെ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടിവെച്ചില്ല, അപ്പം തന്നെ ദുആ ചെയ്തു. അല്ലാഹുവേ, ആയിഷയുടെ എല്ലാ രഹസ്യവും പരസ്യമായ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ പഠിച്ചോനെ. നബിയുടെ ദുആക്ക് അപ്പുത്തരം കിട്ടുമല്ലോ. ഇത് കേട്ട ഉടനെ തന്നെ മതിമറന്നുകൊണ്ട് ആനന്ദാഹ്ലാദത്തോടുകൂടി അവർ വല്ലാതെ ചിരിച്ചുപോയി. സന്തോഷം കൊണ്ട്, മതിമറന്നുള്ള, ആനന്ദം കൊണ്ടുള്ള മതിമറന്നുള്ള ചിരിയുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പം നബിയോട് ആയിഷാ ബീവി പറയുന്നുണ്ട്, നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ, എനിക്കത് പോരെ, അത് മതിയില്ലേ? ആയിഷാ ബീവിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിയോട് ചോദിക്കണം, ആയിഷ, നമുക്കൊരു ഓട്ട മത്സരം നടത്തില്ലേ? എന്നാലോചിച്ചോ. നബി പറയാണ് ആയിഷാ ബീവിയോട്, ആയിഷ, നമുക്കൊരു ഓട്ട മത്സരം നടത്തില്ലേ? ആയിഷ പറഞ്ഞു, റെഡി. അങ്ങനെ രണ്ടുപേരും ഓട്ട മത്സരം നടത്തുകയാണ്. ഓട്ട മത്സരം നടക്കുമ്പോൾ വീട്ടിൽ വെച്ച് നടക്കില്ലല്ലോ അല്ലേ? സ്വാഭാവികമായിട്ട് നാട്ടിലാണല്ലോ, ആളുകൾ കാണുന്നിടത്താണല്ലോ. ആയിഷാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓട്ട മത്സരം നടത്തി. ആ ഓട്ട മത്സരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോറ്റു, ആയിഷാ ബീവി ജയിച്ചു. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിയോട്, ആയിഷ, ഇപ്പം നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? ആയിഷാ ബീവി പറഞ്ഞു, ഞാൻ റെഡിയാണല്ലോ. ആയിഷാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓട്ട മത്സരം നടത്തി. ആ ഓട്ട മത്സരത്തിൽ ആയിഷാ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോൽപ്പിച്ചു. ആയിഷാ ബീവി തോറ്റു, പരാജയപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദിഹി ബിതിൽക്ക്, ഇത് നേരത്തതിൻ്റെ പകരമാണെന്ന്. അന്ന് നീ എന്നെ തോൽപ്പിച്ചില്ലേ, അതിന് പകരമാണിത്, ഇപ്പം നീ തോറ്റില്ലേ. നോക്കണേ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷാ ബീവിയും ഇത് ആസ്വദിക്കുകയാണ്.
ഭാര്യയോടുള്ള സ്നേഹം, പെരുമാറ്റം അതൊന്നും മറച്ചു വെക്കേണ്ടതില്ല. പരസ്യമായി ആളുകളൊക്കെ ഉള്ള അടുത്താണ് ഓടുന്നത്. ഒന്നും ഒരു കുറയില്ല. നമ്മുടെ ഈഗോ ഒക്കെ അങ്ങ് മാറ്റി വെക്കണോ? നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹപ്രകടനങ്ങളിലൊക്കെ നമ്മുടെ ഈഗോ മാറ്റി വെക്കണം. ഇനി ഒന്ന് ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയിഷാ ബീവിയായിട്ടുള്ള ഈ മത്സരവും ഓട്ടമൊക്കെ എപ്പോഴാണ്? തൻ്റെ 25ാമത്തെ ചുറുചുറുക്കുള്ള പ്രായത്തിലാണ്? അല്ല, 53ൻ്റെയും 63ൻ്റെയും ഇടയിലാണ് ഈ വിനോദങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളൊക്കെ 50 വയസ്സായ സൈഡാവും. ഇനി എന്ത് സല്ലാപം, ഇനി എന്ത് ഭാര്യ, ഇനി കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കാന്ന്. ആയിഷാ ബീവിയുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രസകരമായ ജീവിതം, മാതൃകാപരമായ ജീവിതം, അത് നബിയുടെ 53ൻ്റെയും 63ൻ്റെയും വയസ്സിനിടയിലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ 50ാമത്തെ വയസ്സിൽ വഫാത്താകുന്നതോടുകൂടി പിന്നെ 50ൻ്റെയും 63ൻ്റെയും ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു 10 പത്നിമാർ വരുന്നത്. അവരുടെ കുടുംബജീവിതം അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനത്തെ മകൻ മാരിയത്തുൽ ഖിബ്തിയയിൽ ഉണ്ടാകുന്ന ഇബ്രാഹിം എന്ന കുട്ടി നബിയുടെ 61ാമത്തെ വയസ്സിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഖദീജ ബീവി പ്രസവിക്കുന്നത് 40 മുതലാണ്. 6 മക്കളെ പ്രസവിക്കുന്നത് 40 മുതൽ 55ൻ്റെയും ഇടയിലായിട്ട്. നമ്മളെ പെണ്ണുങ്ങളൊക്കെ പ്രസവമൊക്കെ നിർത്തിപ്പോണ സമയമാണ്. ഒരു മുഅ്മിനിന്റെ യുവത്വം അവസാനിക്കണില്ല, അവന്റെ വയസ്സിന് അവസാനമില്ല. അവന് വാർദ്ധക്യത്തിലേക്ക്, നിരാശയിലേക്ക് വരേണ്ടതില്ല. അതൊക്കെ ആപേക്ഷികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ ബദ്ധശ്രദ്ധനായിരുന്നു. നബി തന്റെ കുടുംബത്തെ മുഴുവനും ചേർത്ത് പിടിച്ചു. നബി ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഇണകളെ മാത്രമല്ല, കുട്ടികളോടുള്ള പെരുമാറ്റമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ബന്ധുമിത്രാദികളായിട്ടുള്ള എല്ലാവരെയും, തന്റെ മൂത്താപ്പമാര്, തന്റെ അടുത്തതും അകന്നതുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. നബിക്ക് സംരക്ഷണം നൽകിയതാരാണ്? അബൂ ത്വാലിബാണ്. ചെറുപ്പത്തിലെ തൻ്റെ പിതാവും തൻ്റെ ഉമ്മയും മാതാവും മരണപ്പെട്ടു പോയി. അനാഥനായിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വരുന്നത്. ആ സമയത്ത് പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുത്തത് അബൂ ത്വാലിബാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 40ാമത്തെ വയസ്സിൽ പ്രബോധനവുമായിട്ട് രംഗത്ത് വന്നപ്പോഴും നബിക്ക് സംരക്ഷണം വേണം. കാരണം ശത്രുക്കൾ നാനാഭാഗത്തു നിന്നും ആക്രമിക്കാൻ തുടങ്ങി. അറേബ്യയിലെ, പ്രത്യേകിച്ച് മക്കയിലെ ഒരു പ്രത്യേകത, അവിടെ ആരെങ്കിലും സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അബൂ ത്വാലിബ് സഹിച്ചു. നബിയെ അബൂ ത്വാലിബും കുടുംബവും ചേർത്ത് പിടിച്ചു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബബന്ധം ചേർക്കുന്നതിൽ അത്ര കണ്ട് ശ്രദ്ധാലുവായിരുന്നു. നബി കുടുംബത്തെ വല്ലാതെ പരിഗണിച്ചു. അതുകൊണ്ട് തന്നെയാണ് അബൂ ത്വാലിബ് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹിഷ്കരിച്ചല്ലോ. അവര് ഖുറൈശികൾ മൊത്തം ബഹിഷ്കരിച്ചു, നബിയെയും കുടുംബത്തെയും. ശുഐബ് അബീ ത്വാലിബ് താഴ്വാരത്തിൽ 3 വർഷക്കാലമാണ് ഭക്ഷണം കിട്ടാതെ സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട് പച്ചിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടു പ്രവാചകനും കുടുംബവും. അതിൽ മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നില്ല. നാട്ടിൽ നിന്ന് ബഹിഷ്കൃതരായി ശുഐബ് അബീ ത്വാലിബിന്റെ തെരുവുകളിൽ പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് മൃഗങ്ങൾ കാട്ടിക്കുന്നത് പോലെ ശരിയായ ഭക്ഷണം കിട്ടാതെ, ബന്ധങ്ങളൊന്നുമില്ലാതെ വേർപ്പെടുത്തപ്പെട്ട് ഒറ്റപ്പെടുത്തപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ കുടുംബത്തിൽ അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, നബിയുടെ ബന്ധുക്കളായ അമുസ്ലിമീങ്ങൾ. അവർ നബിയെ ചേർത്ത് പിടിച്ചു. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയും ചേർത്ത് പിടിച്ചു. അബൂ ത്വാലിബ് ആരാ? മുസ്ലിമായിട്ടില്ല, മരണം വരെ മുസ്ലിമായിട്ടില്ല പ്രബലമായ അഭിപ്രായ പ്രകാരം. പക്ഷേ നബിയെ സംരക്ഷിച്ചു. അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സംരക്ഷണം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിട്ടുതരണം മുഹമ്മദിനെ, ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്തു കൊള്ളാം. അബൂ ത്വാലിബിന്റെ അടുക്കലേക്ക് ഖുറൈശികളുടെ നിവേദക സംഘം വന്നു. അവർ പറഞ്ഞു, മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, അവൻ മതഭ്രഷ്ടനാണ്,
അവൻ നമ്മുടെ കുലദൈവങ്ങളെ ആക്ഷേപിക്കുന്നവനാണ്. അവൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ താങ്കൾ വിട്ടുതരണം, താങ്കളുടെ സംരക്ഷണത്തിലായതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞപ്പോൾ, വല്ലാതെ സമ്മർദ്ദമേറിയപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെ വിളിച്ചു. മുഹമ്മദ് വരൂ, ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഖുറൈശികൾ പറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു. ഇവരിങ്ങനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇളവ് വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതൃവ്യനോട് പറയുകയാണ്, യാ അം, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, വല്ലാഹി ലൗ വദഅ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ അത്റുക ഹാദൽ അംറ ഹത്താ യുദ്ഹിറഹു അല്ലാഹു തആല ഔ അഹ്ലിക ഫീഹി മാ തറക്തു. എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, എനിക്ക് വേണ്ടി സംരക്ഷണ വലയം ഒരുക്കിയ, എന്നെ ചെറുപ്പത്തിലെ പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, അങ്ങയോട് എനിക്ക് സ്നേഹമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ആ അറബികളെങ്ങാനും എന്റെ വലം കയ്യിൽ സൂര്യനെയും ഇടം കയ്യിൽ ചന്ദ്രനെയും വെച്ചു തന്നിട്ട് ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞാൽ, അല്ലാഹുവാണ്, ഞാൻ ഒരു ഇഞ്ച് പോലും ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിയുകയില്ല. ഒന്നുകിൽ ഈ മാർഗത്തിൽ ഞാൻ രക്തസാക്ഷിയാകും, അതല്ലെങ്കിൽ ഈ വഴിയിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഈ മാർഗത്തിൽ നിന്നൊരണവളവ് പോലും ഞാൻ പിന്മാറുകയില്ല പിതൃവ്യ എന്ന് അബൂ താലിബിന്റെ മുഖത്ത് നോക്കി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബിയുടെ നിശ്ചയദാർഢ്യം കണ്ട്, നബിയുടെ ദൃഢത കണ്ട് അബൂ താലിബ് പറയാണ്, എങ്കിൽ മോനെ, നിന്റെ നിശ്ചയദാർഢ്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നീ നിന്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോവുക, നീ ഇസ്ലാമിക ദഅവത്തുമായിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും നിന്നെ ആർക്കും തന്നെ ഞാൻ വിട്ടുകൊടുക്കൂല. എന്റെ ജീവൻ കൊടുത്തുകൊണ്ടും നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന് അബൂ താലിബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. നബിയുമായിട്ടുള്ള അഭേദ്യമായ അടുത്ത ബന്ധം, ആ ബന്ധമാണ് അബൂ താലിബിനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ തന്നെ മറ്റൊരു മൂത്താപ്പുണ്ടായിരുന്നു. ഒരു മൂത്താപ്പ, ഒരു മൂത്തമ്മ നബിയെ വല്ലാതെ ഉപദ്രവിച്ചു, വല്ലാതെ പ്രയാസപ്പെടുത്തി. അവരോട് അള്ളാഹുവിന്റെ സമീപനം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായിരുന്നു അബൂ ലഹബ്. ജ്വലിക്കുന്ന മുഖത്തിന്റെ ഉടമ, നല്ല സമ്പത്തുള്ള, നല്ല ശേഷിയുള്ള, നല്ല സ്വാധീനമുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല മക്കളുള്ള വലിയ പ്രശസ്തനായ ആളാണ് അബൂ ലഹബ്. സമൂഹത്തിൽ അംഗീകാരമുള്ള ആളാണ്. തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. സൂറത്തുൽ ശുഅറ 26-ാമത്തെ അധ്യായം 214-ാമത്തെ സൂക്തം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, പ്രവാചകരെ, അങ്ങയുടെ അടുത്ത ബന്ധുക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, അവർക്കിടയിൽ ദഅവത്ത് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബന്ധുമിത്രാദികളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. ഏ അബ്ദുമനാഫിന്റെ കുടുംബമേ, ഏ ഖുസൈന്റെ മക്കളെ, ഹേ അബ്ദുൽ മുത്തല്ലിബിന്റെ സന്താനങ്ങളെ, വരിക, നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെ ഉൾക്കൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്നും മുഹമ്മദ് നബി അഥവാ ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും നിങ്ങൾ സാക്ഷ്യം വഹിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയാം. ഈ സമയത്ത് അവിടെ നിന്ന് ഒരപശബ്ദം, അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അംഗീകരിച്ചവർ അംഗീകരിച്ചു, അംഗീകരിക്കാത്തവർ പിന്തിരിഞ്ഞു പോയി. പക്ഷേ അവിടെ നിന്ന് ഒരു അപശബ്ദം നബിയെ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അവിടെ നിന്ന് മുഴങ്ങി, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ, നീ നശിച്ചു പോവട്ടെ, നീ നശിച്ചു പോവട്ടെ എന്ന് ഒരു വിളി. അതാരാണ്? മറ്റാരുമല്ല, തന്നെ സംരക്ഷിക്കേണ്ട, അബൂ താലിബിനെ പോലെ തന്നെ സംരക്ഷിക്കേണ്ട, തന്റെ വിശ്വാസം സ്വീകരിച്ചില്ല എങ്കിലും തന്റെ കൂടെ കുടുംബ ബന്ധത്തിന്റെ പേരിൽ ചേർന്നു നിൽക്കേണ്ട, താൻ എപ്പോഴും കുടുംബബന്ധം സൂക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്ന തന്റെ അയൽവാസി കൂടിയായ തന്റെ മൂത്താപ്പ, ആ മൂത്താപ്പയാണ് വിളിച്ചു പറയുന്നത്, തബ്ബല്ലക യാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്കിടയിൽ പോയിക്കൊണ്ട് ദുൽമജാസ് ചന്തയിൽ പോയി, ഉത്സവ കേന്ദ്രങ്ങളിൽ പോയി, ഉഖാദ് ചന്തയിൽ പോയി ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പം പിന്നാലെ വന്നുകൊണ്ട് അബൂ ലഹബ് പറയും,
അവന് പൊട്ടനാണ്, അവൻ വിഡ്ഢിയാണ്, അവൻ മതഭ്രഷ്ടനാണ്, അവൻ ഭ്രാന്തനാണ്, അവൻ സാഹിറാണ്, മരണക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സഹിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിച്ചില്ല. തന്റെ മൂത്തമ്മയാണ് ഉമ്മു ജമീല, മൂത്തമ്മ വിറക് കൊണ്ടുവരും, മുള്ളിന്റെ വിറക് കെട്ടുകൾ, എന്നിട്ട് തന്റെ വീട്ടിന്റെ മുന്നിൽ വിതറുകയാണ്, മുറ്റത്ത് വിതറുകയാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുമ്പോൾ നബിയുടെ കാലിൽ തറക്കാൻ വേണ്ടി നബിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. നബി കൂടിയിരിക്കുന്നിടത്ത് വന്നിട്ട് തെറി വിളിച്ചു ഉമ്മു ജമീല. എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, പ്രയാസപ്പെട്ടു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മൂത്താപ്പയാണെന്ന് നോക്കിയില്ല, പിതൃവ്യനാണെന്ന് നോക്കിയില്ല, ഉടനെ ഇടപെട്ടു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിന്റെ ഇരുബാഹുക്കളും നശിച്ചു പോവട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ പണവും അവന്റെ സമ്പാദ്യങ്ങളും അവന്റെ പ്രശസ്തിയും ഒന്നും തന്നെ അവന് പ്രയോജനപ്പെടുകയില്ല. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അവൻ മാത്രമല്ല, വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. വിറക് ചുമട്ടുകാരിയായ, മലമുകളിൽ പോയിട്ട് വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന്, മുള്ളുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുറ്റത്തിട്ടുകൊണ്ട് പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുന്നവളുണ്ടല്ലോ, ഏഷണിക്കാരിയായ, പരദൂഷണക്കാരിയായ അവളും നശിച്ചു പോകുന്നതാണ്. അവളും നരകത്തിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അവളുടെ കഴുത്തിൽ ഒരു കയറുണ്ട്, ഈത്തപ്പന നാര് കൊണ്ടുള്ള കയർ. ആ കയറ് കെട്ടിക്കൊണ്ടാണ് അവൾ വിറക് കൊണ്ടുവരുന്നത് എങ്കിൽ നാളെ നരകത്തിലും അഗ്നി കൊണ്ടുള്ള, തീജ്വാല കൊണ്ടുള്ള കയർ അവളുടെ കഴുത്തിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പേരെടുത്തുകൊണ്ട് ആരെങ്കിലും വിമർശിക്കുന്നുണ്ട് എങ്കിൽ അത് അബൂലഹബിനെയാണ്. അബൂലഹബിനെ വിമർശിച്ചുകൊണ്ട് അവൻ നശിച്ചു പോകും, അവന്റെ സമ്പത്ത്, അവന്റെ പ്രശസ്തി, അവന്റെ സന്താനങ്ങൾ ഒന്നും തന്നെ അവന് പ്രയോജനപ്പെടുകയില്ല എന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ, ജീവിതകാലത്ത് തന്നെ അബൂലഹബ് അത് അനുഭവിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ശാപം, അള്ളാഹു ശപിക്കണം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അള്ളാഹുവിന്റെ ശാപമാണ്. സമ്പത്ത് സന്താനങ്ങളൊന്നും ഉപകരിച്ചില്ല. ജീവിതത്തിന്റെ അവസാന കാലത്ത് വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് അദ്ദേഹത്തിനുണ്ടായത്. വളരെ ദാരുണമായിട്ടുള്ള അന്ത്യമാണ് ഉണ്ടായത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിന്റെ അവസാന കാലത്ത് കുരുക്കൾ ശരീരത്തിൽ പൊന്തി, വ്രണങ്ങളുണ്ടായി. ആ വ്രണങ്ങളിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന നീരൊലിച്ചു. അങ്ങനെ പട്ടിയെപ്പോലെ നിന്ദ്യനായി ദുർഗന്ധം വമിക്കുന്ന നിലയിൽ, ബന്ധുക്കളും മക്കളും എല്ലാവരും അകന്നു നിൽക്കുന്ന നിലയിൽ ഏകാന്തനായി ഒറ്റയ്ക്ക് അദ്ദേഹം മരിക്കേണ്ടി വന്നു. മരിച്ചതിന് ശേഷം ദിവസങ്ങളോളം അദ്ദേഹത്തിന്റെ ആ ശവം കുഴിച്ചു മൂടുന്നതിന് ആരും മുന്നോട്ട് വന്നില്ല, മക്കൾ മുന്നോട്ട് വന്നില്ല. അങ്ങനെ ആ ദുർഗന്ധം വമിക്കുന്ന തരത്തിലേക്ക് ആ മയ്യത്ത് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടുകാർ മുഴുവൻ ആക്ഷേപിക്കാൻ തുടങ്ങിയ മക്കളെ, ഇങ്ങനെ ഭൂമിയിലിടല്ലേ, കൊണ്ടുപോയിട്ടൊന്ന് കുടിച്ചും കൂടിക്കൂടെ ഈ മനുഷ്യനെ എന്ന് ചോദിക്കുന്നിടത്തേക്ക് എത്തി. അങ്ങനെ എത്യോപ്യയിൽ നിന്ന് വന്ന പണിക്കാരെ ഉപയോഗപ്പെടുത്തി അവർ കുഴി കുടിച്ച് ആ കുഴിയിലേക്ക് കമ്പ് കൊണ്ട് തള്ളി ഉന്തിയിടുകയായിരുന്നു ഈ ശവശരീരത്തിനെ. അങ്ങനെ ഒരു പട്ടിയെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ കുടിച്ചു മൂടുന്നത് പോലെ മണ്ണിലിട്ട് കുടിച്ചു മൂടുന്ന ദുർഗതി അബൂലഹബിനുണ്ടായി എന്ന് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ തന്റെ പ്രിയപ്പെട്ട മകൻ ഉതൈബ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ നീചനായ മനുഷ്യൻ, വേദന കൊണ്ട് പടച്ച റബ്ബിന്റെ റസൂല് പറഞ്ഞു പോയി. കാരുണ്യത്തിന്റെ പ്രതീകമായ, ആർക്കെതിരെയും കേടായിട്ട് പ്രാർത്ഥിക്കാത്ത മുത്തുനബി വേദനയോടുകൂടി പ്രാർത്ഥിച്ചു പോയി, അള്ളാഹുവേ, ഇവനെ വല്ല ക്ഷുദ്ര ജീവികളെ കൊണ്ടും നീ അവനെ പിടിച്ച് അവനെ കൊല്ലിച്ചു കളയണേ പടച്ചവനെ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയെ അബൂലഹബ് ഭയപ്പെട്ടിരുന്നു. കാരണം അവൻ മുശ്രിക്കാണെങ്കിലും, അവന് പ്രവാചകന്റെ ശത്രുവാണെങ്കിലും, പ്രവാചകനിൽ പ്രത്യേകമായ അമാനുഷികമായ കഴിവുകളുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്നുള്ള ഉറപ്പവനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി തന്റെ മകനെ ആരെങ്കിലും പിടികൂടുന്നത്, അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾ വല്ലതും പിടികൂടുന്നത് ഭയപ്പെട്ട അദ്ദേഹം ഷാമിലേക്ക് യാത്ര പോകുന്ന സമയത്ത്
തന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞിരുന്നു, തന്റെ മകനെ ശ്രദ്ധിക്കണമട്ടോ, മുഹമ്മദ് കേടായിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, അവനക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഷാമിലേക്കുള്ള സിറിയയിലേക്കുള്ള ഒരു യാത്രയിൽ രാത്രി സമയത്ത് ആളുകൾ വിശ്രമിക്കുമ്പോൾ ഈ ഒരു പിതാവിന്റെ അബൂ ലഹബിന്റെ ഈ ഉണർത്തൽ അവരുടെ ശ്രദ്ധയിലുണ്ട്. അവർ അദ്ദേഹത്തെ വലയം ചെയ്തു, ഉതൈബയെ വലയം ചെയ്തു നിന്നു. കാരണം ആരും ഒന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി 4 ഭാഗത്തും സുരക്ഷിതത്വം ഒരുക്കി. അങ്ങനെ അവർ കിടന്നുറങ്ങി. പക്ഷേ ആളുകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എവിടെ നിന്നോ ഒരു സിംഹം കടന്നു വന്ന് ഇവനെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് കടിച്ചു കുടഞ്ഞവനെ കൊന്നുകളഞ്ഞു എന്നുള്ളത് ചരിത്രമാണ്. സ്വന്തം മകന്റെ വിയോഗത്തിന്റെ ദുഃഖം പേറിക്കൊണ്ടാണ് പിന്നീടുള്ള കാലം അബൂ ലഹബ് ജീവിച്ചത് എന്ന ചരിത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെ ആക്ഷേപിച്ചവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണെങ്കിൽ കുടുംബമായിട്ട് കാര്യമില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു, നബിയെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്ത ശിക്ഷ അല്ലാഹു തആല വേറെയാണ്. എന്നാൽ തൻ്റെ വിളികൾ പലരും ഉത്തരം നൽകി, പലരും അത് സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ബന്ധുക്കളുമായിട്ട് പറയുമായിരുന്നു. പ്രത്യേകിച്ച് ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ടുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫാത്തിമ നീ സൂക്ഷിക്കണം, നിന്റെ തടി നീ സൂക്ഷിക്കണം, നിന്നെ നരകത്തിൽ നിന്ന് നിന്റെ തടിയെ നീ രക്ഷപ്പെടുത്തണം. എനിക്കതിന് സാധ്യമല്ല. നാളെ മഹ്ശറയിൽ പരലോകത്ത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ തടി നിങ്ങൾ നോക്കണം. നിങ്ങളുമായിട്ടുള്ള കുടുംബ ബന്ധം ഞാൻ ചേർക്കും. അത് ദുനിയാവിലാണത്. ആ ബന്ധം ഞാൻ ചേർക്കുക തന്നെ ചെയ്യുന്നതാണ്. അതിനെ ഞാൻ നട്ടു വളർത്തുന്നതാണ്. അതിനെ ഞാൻ പരിപോഷിപ്പിക്കുന്നതാണ് ദുനിയാവിൽ. പക്ഷേ ആഖിറത്തിൽ നിങ്ങളുടെ തടി നിങ്ങൾ നോക്കണമെന്ന് ആരോടാ പറയണത്? തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയോടാണ് പറയണത്. ഏത് ഫാത്തിമ? ഫാത്തിമത്തു ബദഅത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്, എന്റെ ജീവന്റെ തുടിപ്പാണ് എന്ന് പറഞ്ഞ ഫാത്തിമയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ഫാത്തിമയെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ എന്നെയാണ് ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ളത്, എന്നെയാണ് അവൻ കോപിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ പുണ്യനബിയുടെ നടത്തമുള്ള, പുണ്യനബിയുടെ ശീലങ്ങൾ സ്വീകരിച്ച സ്വായത്തമാക്കിയ ആ ഫാത്തിമ ബീവിയോട് തന്നെയാണ് മുത്തുനബി പറയുന്നത്, മോളെ ഫാത്തിമ, നിന്റെ തടിയെ നീ കാത്തുകൊള്ളണമെന്ന്. പ്രിയമുള്ളവരെ, ആദ്യമായി നമ്മുടെ ബാധ്യത എന്താണെന്നറിയുമോ? മുത്തുനബിയെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്നറിയുമോ? നമ്മുടെ ബാധ്യത നമ്മുടെ സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിക്കലാണ്. ആ ചേർത്ത് പിടിക്കൽ എങ്ങനെയാണ്? നല്ല ശീലങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ ഭാര്യയെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. അവരെ നരകത്തിൽ നിന്ന് കാക്കേണ്ടത്, അവരെ നന്മയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരേണ്ടത് നമ്മളാണ്. അവരെ നിസ്കരിപ്പിക്കേണ്ടത് നമ്മളാണ്. അവരെ നോമ്പനുഷ്ഠിപ്പിക്കേണ്ടത് നമ്മളാണ്. അവരെ സൽസ്വഭാവികളാക്കേണ്ടത് വീട്ടിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ടാണ്. ചുട്ടയിലുള്ള ശീലം ചുടല വരെ എന്ന് പറഞ്ഞതുപോലെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, ചെറുപ്പകാലത്തുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലമെന്ന്. ചെറുപ്പത്തിൽ ശീലം പഠിപ്പിക്കണം മക്കളെ. ചെറുപ്പത്തിൽ പ്രതിഫലമോ ശിക്ഷയോ ഭയന്നുകൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ ഒരിക്കലും ഒരു കുട്ടിയും നിസ്കരിക്കൂല, ഒരു കുട്ടിയും നന്മ പഠിക്കൂല. പക്ഷേ അവൻ ചെറുപ്പത്തിൽ അവനെ നന്മയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം. നിങ്ങൾ വീട്ടിൽ നല്ല ശീലങ്ങൾ വേണം. ഇണക്ക് നല്ല ശീലം പറഞ്ഞു കൊടുക്കണം, നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കണം. സ്വന്തം പറഞ്ഞു കൊടുക്കാൻ അറിയുകയില്ലെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തണം, അതിനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണം. മക്കളെ ചെറുപ്പത്തിൽ നിങ്ങൾ നമസ്കാരത്തിന് വരുമ്പോ നിങ്ങളെ മക്കളെ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവരണം. അവരെ നിങ്ങൾ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോ അവൻ ചെറുപ്പമല്ലേ, പ്രായപൂർത്തി എത്തിയിട്ടില്ലെന്നോ നിങ്ങൾ വിചാരിക്കരുത്. ശീലമാണ് ആദ്യം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവനെ വിളിച്ചുണർത്തണം, എന്നിട്ട് പള്ളിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ കൂടെ നമസ്കരിപ്പിക്കണം, നിങ്ങളുടെ കൂടെ നോമ്പനുഷ്ഠിപ്പിക്കണം, നിങ്ങളുടെ കൂടെ ഭക്ഷണത്തിൽ ബിസ്മി ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ മര്യാദകളും അവനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ചെറുപ്പത്തിൽ ആ ശീലങ്ങൾ പഠിപ്പിച്ചാൽ വലുപ്പത്തിലും ചുടല വരെ മരണം വരെ ആ ശീലം അവന്റെ മുന്നിലുണ്ടാകും. വഴിക്ക് വെച്ച് എവിടെ വെച്ചെങ്കിലും അവന് വഴികേടിലായി പോയാൽ വീണ്ടും പക്ഷേ ആ ശീലങ്ങളിലേക്ക് അവൻ തിരിച്ചു വരുന്നതാണ്. അല്ല, നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ, നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നില്ല എങ്കിൽ, മക്കളെ നിങ്ങൾ നമസ്കരിപ്പിക്കുന്നില്ല എങ്കിൽ, മക്കളെ നിങ്ങൾ നല്ല സൽസ്വഭാവം പഠിപ്പിക്കുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, ആ മക്കൾ നല്ല കേടായിട്ട് നമുക്കെതിരെ തിരിയുന്നതാണ്. നമുക്കെതിരെ ഒരു പരാതി പറയും പടച്ച തമ്പുരാന്റെ മുന്നിൽ.
ചെറുപ്പകാലത്ത് എട്ടും പൊട്ടും തിരിയാത്ത കാലഘട്ടത്തിൽ എന്നെ വിദ്യ പഠിപ്പിക്കേണ്ട സമയത്ത് പടച്ചവനെ നിന്റെ ദീനിനെ പറ്റി നല്ല ശീലങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ ഉപ്പ എന്നെ നമസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. എന്റെ ഉപ്പ എന്നെ നോമ്പനുഷ്ഠിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. എന്റെ മോന് വിഷമുണ്ടാകും, അവൻ കിടന്നുറങ്ങിക്കോട്ടെ. എന്റെ മോന് പള്ളിയിലേക്ക് വരുമ്പോൾ അവനക്ക് പ്രയാസം ഉണ്ടാകും, അവന്റെ പഠനത്തിന് മുടക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് ഞാൻ പോകാൻ വേണ്ടി കൊതിച്ചു കാത്തിരുന്ന സമയത്ത് പോലും എന്റെ ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ടൊന്ന് പള്ളിയിലേക്ക് പോയിട്ട് അവിടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഒരു കുഞ്ഞിന്റെ ചെറിയ കൊതി എനിക്കുണ്ടായിരുന്നു. ആ സമയത്തും എന്റെ ഉപ്പ എന്നെ വിലക്കിയെന്ന് ഈ മക്കൾ നാളെ റബ്ബിന്റെ മുന്നിൽ പരാതി പറയരുത്. പറയാറുണ്ടല്ലോ പ്രിയമുള്ളവര്, തന്റെ നരകത്തിലേക്ക് കടപ്പെടുന്ന സമയത്ത് മക്കൾ ചോദിക്കുന്നതാണ്, എന്റെ ഉപ്പ എവിടെ, എന്റെ ഉമ്മ എവിടെ, എന്നെ ദീന് പഠിപ്പിക്കാത്തത് അവരാണ്, എന്നെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാത്തത് അവരാണ് എന്ന് മക്കൾ പരാതിപ്പെടുന്നിടത്ത് ഒരു ഗതികേട് നമുക്കുണ്ടാവരുത്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത്, നമ്മളെല്ലാ ശീലങ്ങളും പഠിപ്പിച്ചു കൊടുത്ത്, എന്നിട്ട് മക്കൾ വടികേടിലാണെങ്കിൽ നമുക്കത് വലിയ പ്രയാസമൊന്നും പെടേണ്ടതാവില്ല. കാരണം അവരുടെ ഹിദായത്തിന്റെ കാര്യം പടച്ചോന്റെ അടുക്കലാണ്. പക്ഷെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ മദ്രസയിലൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ടത്. 10 വയസ്സ് വരെ കുട്ടികൾ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി ഉപദേശിക്കണം. 10 വയസ്സായാൽ അടിക്കണം. കുട്ടികളുടെ ഏറെ കരുണയുള്ള പ്രവാചകനാണെന്ന് പറഞ്ഞത്. 10 വയസ്സായാൽ കുട്ടികളെ അടിക്കണം. എന്താ? അതൊരു ശീലമാണ്. ശീലം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആ ശീലങ്ങൾ ചെറുപ്പത്തിൽ ആദ്യം കാലത്ത് ശീലങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. നല്ല നല്ല ശീലങ്ങൾ, ദുശീലങ്ങളല്ല, സുശീലങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മക്കളെ, തൻ്റെ ഇണയെ, തൻ്റെ ബന്ധുമിത്രാദികളെ അവരാരായാലും അവരെ മുഖം കറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചില്ല. നന്മയിലേക്ക് വിളിക്കുക, നന്മ പറഞ്ഞു കൊടുക്കുക, സത്യത്തിലേക്ക് ക്ഷണിക്കുക. ആ ദൗത്യമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ കുടുംബത്തെ പാരത്രിക ലോകത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഏറ്റവും പ്രധാനം കുടുംബവുമായിട്ടുള്ള ബന്ധം. ഇനി അഥവാ കുടുംബത്തിലുള്ളവർ പറഞ്ഞാൽ കേൾക്കണില്ല, വടികെട്ട് പോവാണ്, അവരെ തള്ളിപ്പറയരുത്. മക്കളാണെങ്കിലും ഇണയാണെങ്കിലും ഒക്കെ ആണെങ്കിലും അവരെ ഷൗട്ട് ചെയ്യരുത്, ചീത്ത പറയരുത്, തെറി വിളിക്കരുത്, ആക്ഷേപിക്കരുത്, കുരുത്തം കെട്ടവനെന്ന് വിളിക്കരുത്, നീ നന്നാവിടാന്ന് പറയരുത്. മക്കളെ, സഹോദരങ്ങൾ, അത് പറയരുത്. കാരണം നീ ഉപ്പയാണ്, നീ ഉമ്മയാണ്. വാക്കിൽ നിന്ന്, ചുണ്ടിൽ നിന്ന് അങ്ങനെ ആ വാക്ക് വീണുപോയാൽ ആ സമയത്ത് പടച്ച തമ്പുരാൻ അത് കേൾക്കുകയാണെങ്കിൽ, അതിനുത്തരം ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി നന്നാവൂല. പിന്നെ അതിൻ്റെ ഉത്തരവാദി നീയാണ്. അതുകൊണ്ട് എത്ര വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ശരി, ദുനിയാവിലുള്ള നമ്മുടെ ബന്ധം വളരെ കൃത്യമായി പഠിപ്പിച്ചെന്നു. കാഫിറാണെങ്കിലും, ഉമ്മയുപ്പയും കാഫിറാണെങ്കിൽ പോലും നല്ല നിലയിൽ പെരുമാറണം, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, സ്വീകരിക്കണില്ലേ അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക. അവരോടുള്ള പെരുമാറ്റവും സമീപനവും സ്നേഹം കൊണ്ട് ഒരാളെ കീഴടക്കാൻ പറ്റുള്ളൂ. ദേഷ്യം കൊണ്ടും വെറുപ്പ് കൊണ്ടും കീഴടക്കാൻ കഴിയില്ല. മക്കളെ പ്രത്യേകിച്ച്, ഇണയെ പ്രത്യേകിച്ച്, കുടുംബത്തിലുള്ള മറ്റുള്ളവർ അവനൊക്കെ പോക്കാണ് ഒരിക്കലും പറയരുത്. ഏതെങ്കിലും ഒരു സമയത്ത് അവന് ബോധം വരും. നിന്റെ ഉപദേശങ്ങൾ ഏതെങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ ഒരു ചെറിയ ഒരു അഗ്നിസ്ഫുലിംഗമായി അവിടെ വിശേഷിക്കുന്നുണ്ടാകും. അതൊരു ജ്വാലയായിട്ട് മാറാൻ ചെറിയ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക. അനുസരിച്ചില്ല എങ്കിൽ അകറ്റരുത്. അവൻ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയി, അവനെ അകറ്റരുത്. ചേർത്ത് പിടിച്ചിട്ട് നന്മയിലേക്ക് അവനെ കൊണ്ടുവരണം. അതാണ് ദഅവത്തിന്റെ വഴി. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുപ്പിക്കരുത്. ബശ്ശിറു വലാ തുനഫിറു, സന്തോഷിപ്പിക്കുക. വലാ തുനഫിറു, വെറുക്കരുത്. അത് തെറ്റായ മാർഗത്തിലൂടെ പോകുന്നവരാണെങ്കിലും ശരി, ചേർത്ത് പിടിക്കണം. അതാണ് ദഅവത്തിന്റെ ഏറ്റവും പ്രായോഗികമായ വഴി. അതിലൂടെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഉസ്താദ് കുറേ ആണ്ട് ചീത്ത പറഞ്ഞിട്ട് അടാ ഇത് നന്നാവൂലടാ, അല്ലെങ്കിൽ ഉമ്മ ഇപ്പം ചീത്ത പറഞ്ഞു നന്നാവൂല, അവൻ പോട്ടെ, അങ്ങനെ കുറേ ആൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ചേർത്ത് പിടിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് നന്മ അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയണവരെ വെറുപ്പായിരിക്കും. ആ രീതി സ്വീകരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ തങ്ങളുടെ കുടുംബങ്ങളെയും മറ്റും ചേർത്ത് പിടിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരുമാറാവട്ടെ. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹു അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളിൽ നിന്നുള്ള രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ജോലിയിലും എല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകൾ അല്ലാഹു സ്വഭാവികളാക്കി തീർക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.